പറയാനുള്ള സന്തോഷം കൊണ്ട് സർപ്രൈസ് തരണമെന്നുണ്ടായിരുന്നു. ഇത് ഫാമിലി ഡ്രാമയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് ഫാമിലി ഡ്രാമ. ഫാമിലിയുടെ ഇമോഷൻസ് ആണ് പറഞ്ഞത്. ദൃശ്യം പോലെയൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ദൃശ്യം പോലത്തെ മോഡൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കഥ വ്യത്യാസമുണ്ട്. ദൃശ്യം പോലെ അല്ല. ഒരു മാനറിസം, ലാൽസാറിന്റെ ആ ഒരു വൈബ്, ആ ഒരു ഓറ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും ഗംഭീരമായിരുന്നു. താങ്ക് യു. പറയുകയാണെങ്കിൽ തുടരും എന്ന് പറയുന്ന ദൃശ്യം, പിന്നെ പുലിമുരുകൻ, കിരീടം, ഈ 3 ചിത്രങ്ങളിലെ ലാലേട്ടനെ നമുക്ക് ഇതിനകത്ത് കാണാം. ഒരു സംവിധാന, സ്റ്റോറി, കാസ്റ്റിംഗ്, BGM, ഇംപ്രവൈസേഷൻ, എൻ്റെ ഹാർട്ട് ബീറ്റ് വരെ കൂടി അത്രത്തോളം മനോഹരമായ ഒരു ചിത്രീകരണമാണ് നടന്നിരിക്കുന്നത്. കാസ്റ്റിംഗ് എല്ലാം സൂപ്പറാണ്. സൂപ്പർ ഫിലിം. തുടരും. നല്ല സൂപ്പർ പടമാണ്. ആ വില്ലനായിട്ട് അഭിനയിച്ച പോലീസുകാരൻ സൂപ്പറാണ്. ഒന്നും പറയാനില്ല. വില്ലൻ കലക്കി കളഞ്ഞു. കലക്കം പടമാണ്. മോഹൻലാലിന്റെ ഇങ്ങനത്തെ ഒരു സിനിമയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ആക്ഷൻ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് മീശ വിരിച്ചുള്ള കോമാളിത്തരമല്ല. ഇത്തരം നല്ല സിനിമകൾ പഴയ മോഹൻലാലി, ഈ ദൃശ്യം, അതുപോലെയുള്ള സിനിമകളില്ലേ, ആ മോഹൻലാലിന്റെ തിരിച്ചുവരവാണ് ഈ തിരിച്ചുവരവാണ് ഈ പടത്തിലൂടെ മോഹൻലാലിന്റെ തിരിച്ചുവരവാണ്. സൂപ്പർ തുടരും എന്ന പടം ഇന്ന് ഞാൻ FDFC കണ്ടു. ഇത് മറ്റുള്ള പടങ്ങളെ ലാലേട്ടൻ്റെ പടം പോലെ വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ ഒരു ഇറങ്ങിയ പടമാണ്. അപ്പോൾ നമുക്കറിയാം തരുൺ മൂർത്തി എന്ന സംവിധായകൻ, അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത 2 പടങ്ങൾ, ഒന്ന് ഓപ്പറേഷൻ ജാവ, അതോടൊപ്പം തന്നെ സൗദി വെള്ളയ്ക്ക. ഈ 2 പടങ്ങളും ഹിറ്റായിരുന്നു, സൂപ്പർ ഹിറ്റായിരുന്നു. അപ്പോൾ അത്തരം ഒരു സംവിധായകൻ, ലാലേട്ടനും ശോഭന എന്ന് പറയുന്ന 2 ജീനിയസുകൾ, അഭിനയത്തിലെ 2 നമുക്ക് അറിയപ്പെടുന്ന 2 താരങ്ങളാണ്. അങ്ങനെ ഒരു പടം ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്ന് അറിയാമെന്നുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞാനിതിൽ കണ്ടത്, അതായത് ദൃശ്യത്തിലെ മോഹൻലാലിനെ കാണാം, പുലിമുരുകളിലെ ലാലേട്ടൻ്റെ ഇതിനകത്ത് കാണാം, കിരീടത്തിലെ ലാലേട്ടൻ്റെ ഇതിനകത്ത് കാണാം. ഈ 3 കഥാപാത്രങ്ങളും കൂടി ആവാഹിച്ചെടുത്ത ഒരു കഥാപാത്രമാണ് ഈ ഇതിലെ കഥാപാത്രം.